വിശ്വസാഹിത്യത്തിലെ കാലാതിവർത്തിയായ പ്രകാശഗോപുരങ്ങളാണല്ലോ രബീന്ദ്രനാഥ ടാഗോറും ഗബ്രിയേൽ ഗാർസിയ മാർക്വേസും. സംസ്കൃത സാഹിത്യ പാരമ്പര്യം പ്രത്യയശാസ്ത്രപരമായി സംരക്ഷിച്ചു നിർത്തിയ ത്രൈവർണിക ജീവിത സങ്കല്പങ്ങളോടും ആചാരങ്ങളോടും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്തുകൊണ്ടുള്ള ഒരു പുതിയ ജീവിത ബോധവും ക്രമവും ഇന്ത്യയിൽ ആദ്യമായി നിർദ്ദേശിക്കപ്പെട്ടത് ടാഗോറിലൂടെയായിരുന്നു. അതുകൊണ്ടുതന്നെ ഇന്ത്യയിൽ പുരസ്കൃതമായതുകൊണ്ടല്ല, പാശ്ചാത്യർ തിരിച്ചറിഞ്ഞ് ലോകശ്രദ്ധയിൽ കൊണ്ടുവന്നതുകൊണ്ടാണ് ടാഗോർ വിശ്വഗുരുവായി അംഗീകരിക്കപ്പെട്ടു തുടങ്ങിയത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വർണ്ണാധിഷ്ഠിതവും മതാധിഷ്ഠിതവുമായ പാശ്ചാത്യ ജീവിത സങ്കല്പങ്ങളോടും ക്രമങ്ങളോടും ടോൾസ്റ്റോയ്ക്കും ദസ്തേവ്സ്കിക്കും ശേഷം ഏറ്റവും പ്രക്ഷുബ്ധമായ കലാപം നയിച്ച പടിഞ്ഞാറൻ എഴുത്തുകാരിൽ പ്രമുഖരായിരുന്നു പാബ്ലോ നെരൂദ, കാമിലോ ഹോസെ ധേല, സിമോൻ ദി ബോവർ, ഗാബ്രിയേൽ ഗാർഷിയ മാർക്വേസ് എന്നിവർ. ഇതിൽ തന്നെ മതമൗലികവാദങ്ങൾക്കെതിരായ കാമ്പുള്ള ഉള്ളടക്കങ്ങൾ കൊണ്ട് ഏറ്റവുമധികം ശ്രദ്ധിക്കപ്പെട്ടത് ഗബ്രിയേൽ ഗാർസിയ മാർക്വേസ് ആണ്. മാജിക്കൽ റിയലിസം എന്ന പ്രത്യേക രചനാ സമ്പ്രദായത്തിൻ്റെ സവിശേഷ വിനിയോഗം കൊണ്ടാണ് മാർക്വേസ് ഏറ്റവും ശ്രദ്ധേയരായ ആധുനിക എഴുത്തുകാരിലൊരാളായി അറിയപ്പെട്ടു തുടങ്ങിയതെങ്കിലും ആചാരജടിലമായ കത്തോലിക്ക ജീവിതവീക്ഷണങ്ങളുടെ കടുത്ത അവഗണനയ്ക്കും പാർശ്വവൽക്കരണത്തിനും വിധേയമായ ഒരു ജനതയുടെ തീവ്രമായ ആത്മസംഘർഷങ്ങളുടെ ശക്തമായ പ്രതിനിധാനം കൊണ്ടുകൂടിയാണ് ലോകസാഹിത്യത്തിലെ ഏറ്റവും ശക്തനായ റിബലുകളിലൊരാളായി മാർക്വേസ് സാഹിത്യചരിത്രത്തിൽ ഇടം നേടിയത്. യാദൃശ്ചികമായാണ് ടാഗോറിന്റെയും മാർക്വേസിന്റെയും കഥകൾ സമീപസ്ഥമായി ഞങ്ങൾ ഈ ചാനലിൽ സംപ്രേഷണം ചെയ്തു തുടങ്ങിയതെങ്കിലും സമൂഹത്തിലെ ഏറ്റവും നിന്ദിതരും ദുഃഖിതരും ഏകാന്തരുമായ മനുഷ്യരോട് പുലർത്തിപ്പോരുന്ന പ്രതിബദ്ധതയുടെ ആഴം താരതമ്യാടിസ്ഥാനത്തിൽ രണ്ട് എഴുത്തുകാരെയും കുറെ കൂടി അടുത്തുനിന്ന് പരിചയപ്പെടുത്തണമെന്ന ഒരു തോന്നലിലേക്ക് ഞങ്ങളെ നയിച്ചിരുന്നു. തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രമേയം, ജീവിത പശ്ചാത്തലങ്ങൾ തുടങ്ങിയവയിൽ ഒട്ടേറെ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഏറ്റവും ദരിദ്രരും നിന്ദിതരും ദുഃഖിതരുമായ മനുഷ്യരോട് പുലർത്തുന്ന പ്രതിബദ്ധതയിൽ ഒട്ടേറെ സമാനതകൾ ഉണ്ടെന്നതാണ് ഞങ്ങളുടെ അനുഭവം. അതിനാൽ ഗീതാഞ്ജലി സംപ്രേഷണത്തിൻ്റെ ചെറിയൊരിടവേളയിൽ മാർക്വേസിൻ്റെ ദി സെയിന്റ് എന്ന കഥയുടെ ഭാഷാന്തരമായ വിശുദ്ധ കന്യ എന്ന കഥയാണ് ഈ ചാനലിലൂടെ ഇനി ഞങ്ങൾ സംപ്രേഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ആൻഡീസ് പർവ്വതദേശമായ കൊളംബിയയിലെ വിദൂര ഗ്രാമങ്ങളിലൊന്നിൽ ഒരു അണക്കെട്ട് നിർമ്മിക്കുന്നതിന് പ്രാരംഭമായി ഗ്രാമത്തിലെ നിലവിലുള്ള ശ്മശാനം മറ്റൊരിടത്തേക്ക് മാറ്റി സ്ഥാപിക്കേണ്ട ആവശ്യമുണ്ടാവുന്നു. ഇതിനു വേണ്ടിയുള്ള നാട്ടുകാരുടെ ശ്രമത്തിനിടയിൽ 12 വർഷങ്ങൾക്ക് മുൻപ് സംസ്കരിച്ചിരുന്ന ഒരു കുഞ്ഞിന്റെ ശരീരം ഒരു കേടും കൂടാതെ സംസ്കരിച്ച ദിവസത്തിന്റെ അതേ ശോഭയിലും തേജസ്സിലും തന്നെ ശയിക്കുന്നത് കണ്ട അവളുടെ പിതാവായ മാർഗരറ്റോ ഡ്യൂറേറ്റോ ഇടവകയിലെ ബിഷപ്പിന്റെ നേതൃത്വത്തിലുള്ള നാട്ടുകാരുടെ പ്രേരണയും പിന്തുണയും അനുസരിച്ച് അവളുടെ വിശുദ്ധ പദവി പ്രഖ്യാപിച്ചു കിട്ടുന്നതിനായി വത്തിക്കാനിലെത്തി ശ്രമങ്ങൾ തുടങ്ങുന്നു. എന്നാൽ ഫ്രാൻസ് കാഫ്കയുടെ ദുർഗം എന്ന കൃതിയിലെ കഥാനായകനെ പോലെ അനന്തരജീവിതം മുഴുവനും ഏകാന്തവും യാതനാപൂർണവുമായ തൻ്റെ ശ്രമങ്ങൾ തുടരുന്നുവെങ്കിലും അയാൾക്കതിന് കഴിയാതെ വരുന്നു. ഒടുവിൽ മലയാളത്തിലെ മരണ സർട്ടിഫിക്കറ്റിലെ കഥാനായകനായ സെയ്ദ് സുമാനെ പോലെ ആത്മസുഹൃത്തിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് അന്വേഷിച്ചുകൊണ്ടിരിക്കുക എന്ന ഒരിക്കലും അവസാനിക്കാത്ത കർമ്മം തന്നെയാണ് തൻ്റെ ജീവിത സർട്ടിഫിക്കറ്റും എന്ന് അയാൾ തിരിച്ചറിയുന്നു. യഥാർത്ഥത്തിൽ അയാൾ തിരിച്ചറിയുന്നില്ലെങ്കിലും അയാൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത് തൻ്റെ തന്നെ സന്യാസ വിശുദ്ധിയുടെ പ്രഖ്യാപനത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പ് തന്നെയല്ലേ എന്നാണ് കഥാഖ്യാതാവ് കൂടിയായ മാർക്വേസ് കഥയുടെ ഒടുവിലത്തെ വരിയിൽ കുറിക്കുന്നത്. 5 എപ്പിസോഡുകളിലായി സംപ്രേഷണം ചെയ്യുന്ന
ഈ ചെറുകഥയ്ക്ക് ശേഷം ഗീതാഞ്ജലിയുടെ തുടർന്നുള്ള അധ്യായങ്ങൾ സംപ്രേഷണം ചെയ്യുന്നതാണ് എന്ന കാര്യം ബഹുമാന്യരായ യൂട്യൂബ് വായനക്കാരെ സ്നേഹപൂർവ്വം അറിയിക്കുന്നു. എല്ലാവരുടെയും സഹകരണവും പിന്തുണയും പ്രതീക്ഷിച്ചുകൊണ്ട് വിശുദ്ധ കന്യയുടെ ആദ്യ എപ്പിസോഡ് ഉടൻ പ്രകാശിതമാവുന്നു.